Hi friends, welcome to my channel. This channel is the channel subscribe to the ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട റോസ്റ്റ് ആണ്. ഞാൻ ആവശ്യമായിട്ടുള്ളത് 2 കാട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5 വെളുത്തുള്ളി, 6 പച്ചമുളക്, ഒരു തക്കാളി, ഒരു നാരങ്ങയുടെ ചെറിയ പീസ്, കുറച്ച് നാരങ്ങ നീര് എടുക്കാൻ വേണ്ടിയിട്ട്, 4 കഷ്ണം ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 സവാള ചെറുതായി അരിഞ്ഞത്. കാട മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനാദ്യമായിട്ട് കുരുമുളകും പെരിഞ്ചീരകവും കറുവപ്പട്ടയും ഗ്രാമ്പും കൂടിയിട്ട് ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്തത് ഈ ബൗളിലോട്ട് മാറ്റാം. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരുമിച്ച് നരച്ചെടുക്കാം. നരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ കട്ട തൈര്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സീസണിംഗ് പൗഡർ, കുറച്ച് നാരങ്ങ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാനുള്ള മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാടേമ തേച്ച് പിടിപ്പിക്കും. കാടയുടെ ഈ സൈഡിൽ നന്നായി മാംസമുള്ളിടത്തൊക്കെ വരഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല നിറച്ച് വെച്ച് തേക്കാം. കാട 1 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തതെന്ന്. പാത്രം ചൂടായി 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇത് ചേർത്ത് കൊടുക്കാം. ഇത്തിരി മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. സവാളൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. തീയിൽ ഫ്ലെയിമിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. നന്നായി വഴറ്റി കൊടുക്കാം. കുറച്ച് വേപ്പിലൂടി ചെറുതായി അരിഞ്ഞു. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. തീയിന് ലോ ഫ്ലെയിമിലായിരുന്നു, അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ചാറില് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല. ഇത് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മതിയാവും. അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി കാടനെ ഇതിലോട്ട് മാറ്റാം. ഈ പ്ലേറ്റ് കാട മാരിനേറ്റ് വെച്ച പ്ലേറ്റിന് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടൊന്ന് തുറന്നു നോക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി തുറന്നു നോക്കാം. കാടൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. 6 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.